ഇന്ത്യയുടെ സമൃദ്ധമായ സംസ്കാരത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും പാരമ്പര്യ സ്മാരകങ്ങളിലൊന്നാണ് മഹാബലിപുരം. ഈ നഗരം 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജവംശത്തിൻ്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്. കടലിനോട് ചേർന്ന് ഈ പ്രാചീന നഗരം അപൂർവ ശില്പകലയാൽ സമ്പന്നമാണ്. മഹാബലിപുരത്തെ ഏറ്റവും പ്രശസ്തമായ കാഴ്ചകളിലൊന്നാണ് പഞ്ചരഥങ്ങൾ. ഇതിന് പിന്നിലുള്ള ചരിത്രവും രഹസ്യവുമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. പഞ്ചരഥങ്ങൾ അഥവാ 5 രഥങ്ങൾ എന്നത് മഹാഭാരതത്തിലെ പാണ്ഡവർ സഹോദരന്മാരെയും അവരുടെ ഭാര്യയായ ദ്രൗപദിയെയും പ്രതിനിധീകരിക്കുന്ന 5 ശിലാശില്പങ്ങളാണ്. ധർമ്മരാജരഥം, ഭീമരഥം, അർജുനരഥം, നകുല സഹദേവരഥം, ദ്രൗപദി രഥം, ഇതാണ് ഈ 5 രഥങ്ങളുടെ പേര്. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവ് നരസിംഹവർമ്മൻ ഒന്നാമനാണ് ഈ ശില്പങ്ങൾ നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു. ഓരോ രഥവും ഒറ്റ പാറക്കല്ലിൽ നിന്ന് കൊത്തിയെടുത്തവയാണ്. അതുകൊണ്ട് ഇതിനെ മോണോലിത്തിക് റോക്ക് ടെമ്പിൾസ് എന്നും പറയുന്നു. ധർമ്മരാജരഥം, ഏറ്റവും വലിയ രഥം, രാജാവായ യുധിഷ്ഠിരനെ പ്രതിനിധീകരിക്കുന്നു. സമുച്ചയത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഘടനയാണിത്. ഇതിലെ ശില്പങ്ങൾ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരനെ പ്രതിനിധീകരിക്കുന്നു. ഭീമരഥം, ഈ ശ്രേണിയിലെ 3ാമത്തെ രഥമായ ഭീമന്റെ രഥത്തിന് 42 അടി നീളവും 24 അടി വീതിയും 25 അടി ഉയരവുമുണ്ട്. ശക്തിയുടെയും ബലത്തിൻ്റെയും പ്രതീകമായ ഭീമനെ പ്രതിനിധീകരിക്കുന്നു. ക്ഷേത്രത്തിൻ്റെ തൂണുകളിൽ സിംഹരൂപങ്ങൾ കൊത്തിയെടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും ഘടനയുടെ ബാക്കി ഭാഗങ്ങൾ പൂർത്തിയാകാതെ കിടക്കുന്നു. അർജുനരഥം, ലളിതവും മനോഹരവുമായ ശില്പങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു രഥം. നകുല സഹദേവരഥം, ഇരട്ട സഹോദരന്മാരായ നകുലനെയും സഹദേവനെയും പ്രതിനിധീകരിക്കുന്നു. ചെറുതെങ്കിലും മനോഹരവുമായ ഈ രഥം 4 ക്ഷേത്രങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തായി നിലകൊള്ളുന്നു. സിംഹങ്ങളുടെ അടിത്തറയുള്ള 2 നേർത്ത തൂണുകളാണ് പൂമുഖത്തെ താങ്ങി നിർത്തുന്നത്. ഒരു ചെറിയ പടികൾ കയറിയാൽ അകത്തെ ശ്രീകോവിലിലേക്ക് എത്താം. അത് ശൂന്യമാണ്. ദ്രൗപദി രഥം, ദേവതയായ ദുർഗയെ പ്രതിനിധീകരിക്കുന്നു. ഏറ്റവും ചെറുതാണ്. ഓലമേഞ്ഞ ബംഗാൾ മേൽക്കൂരയുള്ള ഒരു മൺകുടിലിനോട് സാമ്യമുണ്ട്. വാതിൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ളതും ഇരുവശത്തും 2 ദ്വാരപാലികകളുമുണ്ട്. ശ്രീകോവിലിനുള്ളിൽ 4 കൈകളുള്ള ദുർഗയെ കാണാം. ഒരേ പാറയിൽ നിന്നും കൊത്തിയെടുത്തിട്ടുള്ള ഈ രഥങ്ങൾ ഒരിക്കലും പൂർത്തിയാകാതിരുന്നതിൻ്റെ കാരണം ഇനിയും അറിയാനാകുന്നില്ല. വിദഗ്ധർ പറയുന്നതിനനുസരിച്ച് ഈ രഥങ്ങൾ ക്ഷേത്രനിർമ്മാണ ശില്പകലയുടെ പരിശീലന കേന്ദ്രമായിരിക്കും. 5 നിർമ്മിതികൾക്ക് പുറമെ സിംഹത്തിൻ്റെയും കാളയുടെയും ആനയുടെയും 3 പ്രതിമകളും മറ്റും നിരവധി ശിലാനിർമ്മിതികളും പാറക്കെട്ടുകളും ഈ സമുച്ചയത്തിലുണ്ട്. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സംരക്ഷിത സ്മാരകമാണ്. 1984 യുനെസ്കോ പൈതൃക പദവി നേടിയ മഹാബലിപുരം ശില്പങ്ങൾ ഇന്ത്യയുടെ പുരാതന ശില്പകലയുടെ അതുല്യ മാതൃകയാണ്. ഇവിടെ പ്രവേശന സമയം ദിവസവും രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ. പ്രവേശന ഫീസ് ഇന്ത്യക്കാർക്ക് 40 രൂപയും. മഹാഭാരതത്തിൻ്റെയും പല്ലവ കലാസൃഷ്ടികളുടെയും ഓർമ്മകളുമായി നിലകൊള്ളുന്ന പഞ്ചരഥങ്ങൾ ഒരു പ്രാചീന ചരിത്രത്തിൻ്റെ പാതയിലേക്കുള്ള കാഴ്ചവാതിലാണ്. നിങ്ങൾക്കൊരിക്കലെങ്കിലും മഹാബലിപുരത്തേക്ക് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചാൽ ഈ ശില്പകലയുടെ അതിമാനുഷ്യ സൗന്ദര്യം കാണാതിരിക്കരുത്. നമ്മുടെ പുരാതന ശില്പകലയുടെ മഹിമ ഇതിലൂടെ മനസ്സിലാക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ.